ഹലോ സുഹൃത്തുക്കളെ, ഞാൻ സാജു. നമ്മളിന്ന് കുട്ടനെല്ലൂർ, ഞങ്ങളുടെ നാടാണ്. എൻ്റെ വീട് കുട്ടനെല്ലൂരാണ്, തൃശ്ശൂർ. കുട്ടനെല്ലൂർ തൃശ്ശൂരത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് മാള് ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ദിവസമായിട്ടുള്ള ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നല്ല തിരക്കാണ്. അപ്പോൾ ഹൈലൈറ്റ് മാളിലേക്ക് ഒന്ന് വന്നേക്കാണ് ഞങ്ങളിന്ന്. ഞാനും മോനും കൂടിയിട്ട് വന്നിട്ടുള്ളത്, അതിനും. അപ്പം ഞങ്ങൾ എങ്ങനെയുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മാള്? നമ്മളിതുവരെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല, പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിലെ കുറേ പേർക്ക് തൊഴിൽ കിട്ടുന്നൊരു സംരംഭമാണ് ഇത്. ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴിക്കോടുള്ളൊരു ബിൽഡർ ഗ്രൂപ്പാണ്, അവരാണ് ഈ മാള് അതിൻ്റെ ഉടമസ്ഥർ. പിന്നെ ലുലു മാൾ ഇതിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ്. നമ്മുടെ തൃശ്ശൂർക്കാരനായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ യൂസഫ് അലിയുടെ ലുലു മാള് നമ്മുടെ കുട്ടനെല്ലൂരും എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാവരെയും സംബന്ധിച്ചും വളരെ ഹാപ്പി. ലുലുവിലേക്കും ഇതിലേക്കും കൂടിയിട്ടാണ് ആൾക്കാരൊക്കെ വരുന്നത്. നല്ല തിരക്കുണ്ട്. ഇത് മെയിൻ കവാടം കടന്നു നമ്മൾ ഹാളിൽ മെയിൻ ലോഞ്ചിലെത്തി. നല്ല ഹൈടെക്കാണ് കേട്ടോ, കംപ്ലീറ്റ് നമ്മുടെ ഒരു ഗൾഫ്. നമ്മുടെ തൃശ്ശൂരുള്ള ശോഭ മാള്, അതുപോലെ തന്നെ എറണാകുളം ലുലു മാളിനും തൃപ്രയാർ വൈമാളിനോടൊക്കെ കിടപിടിക്കാവുന്ന ലുലു ഡെയിലി, അതിന് ഹൈലൈറ്റ് മാളെന്നാണ് ശരിക്കും ഇതിൻ്റെ പേര്. ലുലു മാളിൻ്റെ പേരാണ് ലുലു ഡെയിലി എന്നിട്ടാണ്. അപ്പോൾ അങ്ങനെ ഈ മാളുകളോടൊക്കെ കിടപിടിക്കാവുന്ന ഹൈലൈറ്റ് മാൾ കുട്ടനെല്ലൂർ. ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു വലിയൊരു ട്രീ ഒരുക്കിയിട്ടുണ്ട്. പല ഷോപ്പുകളും കാണാം. ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്, ഷൂട്ടിംഗ് ബ്രാൻഡാണ്, അവരുടെ ഒരു ഷോപ്പാണിത്. കംപ്ലീറ്റ് ബ്രാൻഡഡ് ഷോപ്പുകളാണ് അധികം. എസ്കലേറ്റേഴ്സ് 4 5 6 എണ്ണമുണ്ട്. സ്ലൈഡിങ് സ്ലോപ്പ് ടൈപ്പുണ്ട്, സ്റ്റെപ്പ് ടൈപ്പുണ്ട്. ഇതൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഇതാണ് കേട്ടോ. ഇങ്ങനെ ഒരു പ്രത്യേക ഒരു റോളിംഗ് ഷട്ടർ വെച്ചിട്ടാണ് അവരെ പണി നടക്കുന്ന കടകൾ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഭാഗത്ത് വൃത്തികേട് പെട്ടെന്ന് പുറത്തേക്ക് കാണില്ല. നല്ല ഐഡിയ. ഫൈബർ ഒരു റോളിംഗ് ആണത്, നല്ലൊരു ഐഡിയ ആയി തോന്നി. 8 ലക്ഷം മറ്റോ ചതുരശ്ര കിലോമീറ്ററാണ്, സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ ആകെ വിസ്തീർണം. നല്ല വലിപ്പമുള്ള മാളാണ്. അപ്പോൾ ഞങ്ങൾ ഗ്രൗണ്ടിൽ നിന്ന് മേലേക്ക് കയറാണ്. ഫസ്റ്റ് ഫ്ലോർ. എല്ലായിടത്തും കടകൾ തുറന്നുണ്ട് അങ്ങിങ്ങായിട്ട്. എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ കടകളും തുറന്നു വരുന്നേ ഉള്ളൂ. മേലെന്ന് താഴേക്കുള്ളൊരു ദൃശ്യമാണ് ഇത്. റൈമൺസ് ഒരുവിധം ഷൂട്ടിങ്സിൻ്റെ കടകളാണ്, ഷട്ടിങ്, അതുപോലെ റെഡിമെയ്ഡ്സിൻ്റെ കടകളാണ് അധികം ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത്. അകലിൽ നിന്നുള്ളൊരു ദൃശ്യമാണത്. ഫ്ലൈയിങ് മെഷീൻ, അതും റെഡിമെയ്ഡ്സാണ്. ശരിക്ക് ഒരു 3 നില 2 നില ഹൈറ്റ് ഉണ്ട് ക്രിസ്മസ് ട്രീ. അഡിഡാസിൻ്റെ ഷോറൂമാണ് കേട്ടോ. അതും മെയിൽ ഷർട്ടിങ് ആൻഡ് ഷൂട്ടിങ് ആൻഡ് സ്പോർട്സ് ഐറ്റംസ് ആണ്. മേലെ ഇതാണ് ആ സ്ലോപ്പ് ആയിട്ടുള്ള എസ്കലേറ്റർ ഉണ്ട്, നല്ല നീളത്തിൽ. സ്റ്റെപ്പായിട്ടുള്ളത് വേറെ 2 ജോഡിയുണ്ട്. അങ്ങനെ ലിഫ്റ്റ്, അതുപോലെ സ്റ്റെയർ കേസ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വുഡ്ലാൻഡിൻ്റെ, ആരോൻ്റെ, മാക്സിൻ്റെ ഒക്കെ ഷോറൂമുകൾ നിങ്ങൾക്ക് കാണാം. മാക്സിൻ്റെ ഷോറൂം 2
അതൊരെണ്ണം കണ്ടു. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളിപ്പോൾ അത് സെക്കൻഡ് ഫ്ലോറിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. സെക്കൻഡ് ഫ്ലോർ. ട്വിൻ ബേർഡ്സ് അങ്ങനെ ഒരു ഷോറൂമുണ്ട് അവിടെ. അപ്പം ക്ലോത്ത് അതുപോലെ ബോട്ടിക്ക് പോലത്തെ ഷോപ്പുകളാണ് അധികം. മാക്സിൻ്റെ ഒരു ഷോറൂമുണ്ട് അവിടെ, അടിയിലുണ്ട്. ഇത് കുട്ടികളുടെയാണ്, കിഡ്സിൻ്റെ മാക്സാന്ന് തോന്നുന്നത്. മുകളിൽ നിന്ന് അടിയിൽ നിന്നുള്ള വ്യൂ കാണാൻ നല്ല ഇതാണ്, നല്ല ഏരിയ ഉള്ളതുകൊണ്ട്. ഇത് ഹാൻഡ് വാഷിലേക്കുള്ള ഒരു വളരെ വൃത്തിയായിട്ടുള്ള വഴിയാണ്. കംഫർട്ട് സ്റ്റേഷൻ, ഹാൻഡ് വാഷ്, ടോയ്ലറ്റ്സ്. ഇത് ട്വിൻ ബേർഡ്സ് എന്ന് പറഞ്ഞൊരു കടയാണ്. ഇത് വിസ്മയ്. ഡ്രസ് മെറ്റീരിയൽസിൻ്റെ കടകൾ തന്നെയാണ് അധികം തുറന്നിട്ടുള്ളത്. വർക്കൊക്കെ നല്ല ക്വാളിറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും അതിൻ്റെ ഫിനിഷിങ്. ഈസി ബൈയുടെ ഒരു ഷോപ്പാണ്, വലിയ ഷോപ്പാണ്. അവിടെ എന്തൊരു ഷോപ്പുണ്ട്, അതും ബോട്ടിക്ക് പോലത്തെ. കൂടാതെ ഈ സെക്കൻഡ് ഫ്ലോറിന് മേലേക്ക് ഞങ്ങൾ കയറി. ഇതാണ് ഫുഡ് കോർട്ടിൻ്റെ ഏരിയ. ഫുഡ് കോർട്ടിൻ്റെ ഏരിയ എന്നാണ് മേലേക്ക് ഒരു നില 2 നില കയറി കഴിഞ്ഞാൽ അവിടെ സിനിമ തിയേറ്റേഴ്സ്. ഈ ഫുഡ് കോർട്ടിൽ തന്നെ ഒരു ചെറിയ ഒരു റിപ്ലിക്ക അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ ഒരു മിനിയേച്ചർ ഫോം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ മാളിൻ്റെ. അപ്പോൾ അത് നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ. മേലെയൊക്കെ കാറുകൾ കയറുന്നതാണ് അതിൽ കാണുന്നത്. മേലെ ടർഫുകളുണ്ട്, പ്ലേ ഗ്രൗണ്ട്സ് ഉണ്ട്, കാർ പാർക്കിംഗ് ഉണ്ട്, സ്വിമ്മിങ് പൂള് ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതിൻ്റെ ഒരു ചെറിയ രൂപം. ഫുഡ് കോർട്ട് വളരെ കളർഫുള്ളാണ് കേട്ടോ. നല്ല തിരക്കുണ്ട് ഇന്നത് ഡിസംബർ 20-ാം തീയതിയാണ്. നല്ല തിരക്കുണ്ട്. മാള് തുറന്നിട്ട് ഒരു ദിവസമായിട്ടുള്ളേ, അതുകൊണ്ട് തന്നെ 18-ാം തീയതിയാണ് തുറന്നത്. 2 ദിവസമായി. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു പഴം അവിൽ ഒരു ഡ്രിങ്ക് ഉണ്ട്. പഴം അവിൽ പാൽ മിൽക്ക് അവിൽ പാൽ മിൽക്ക് എന്ന് പറഞ്ഞൊരു സംഭവം. മകനാണ്, അതിനാണ് ഞങ്ങൾ 2 അവിൽ മിൽക്ക് മേടിച്ചു. പഴവും ഫ്രൂട്ടി ആയിട്ടുള്ള സാധനമാണ്. നല്ല ഹെൽത്തി ഡ്രിങ്കാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഓരോന്ന് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഇനി നേരെ ലുലു കണ്ടുപിടിച്ചിട്ടില്ല. ലുലു മേലെയൊന്നും കാണാനില്ല. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ ഒരു സെക്യൂരിറ്റീസ് പറഞ്ഞു അടിയിലാണ്, നിങ്ങൾ കയറി വന്ന ഗ്രൗണ്ടിൻ്റെ താഴെ പോകണം. അപ്പോൾ ഞങ്ങൾ ആ സ്ലോപ്പ്ഡ് എസ്കലേറ്ററിൽ അടിയിലേക്ക് ഇറങ്ങുകയാണ്. അവിടെയാണത് വിശാലമായ ലുലു ഡെയിലി. ഞങ്ങൾ ഗൾഫിലുള്ള സമയത്ത് പണ്ട് ഞങ്ങൾ ലുലുവിലൊക്കെ വരുമ്പോൾ റൂമിൽ നിന്ന് വരുമ്പോൾ പറയും, ലുലു വന്നാൽ നമ്മൾ എന്തെങ്കിലും മേടിച്ച് പോകണം കേട്ടോ, കൈവീശി പോരുത്, ഇക്കയ്ക്ക് വിഷമാവെന്ന് പറയും. അപ്പോൾ നമ്മുടെ നാട്ടിലും ഇപ്പോൾ ലുലു വന്നിരിക്കുകയാണ്. സന്തോഷം. അങ്ങനെ ഇത് സെക്ഷൻ ഓറഞ്ചിൻ്റെ ഒരു സെക്ഷനാണിത്. പല രാജ്യങ്ങളിൽ നിന്ന്, സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള പല ടൈപ്പ് ഓറഞ്ചുകളാണ് കേട്ടോ. 300 രൂപയൊക്കെ ഉണ്ട് കിലോയില. അപ്പോൾ ഇതാണ് ലുലുവിൻ്റെ പ്രത്യേകത. നമുക്ക് പല രാജ്യങ്ങളിൽ നിന്നുള്ള, അത് മീനിൻ്റെ സെക്ഷൻ. നമ്മൾ സാധാരണ കടകളിലൊക്കെ ഒരു 4-5 ഐറ്റം ഉണ്ടാവുള്ളൂ. അവിടെ ഒരു 50-60 ഐറ്റം മീനാണ് യൂസഫലിക്ക് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. അല്ല പിന്നെ സ്വതവേ മീൻ പ്രേമികളായ തൃശ്ശൂർകാർക്ക് ഇത് വളരെ താല്പര്യവും. ഇത് മിളകിൻ്റെ സെക്ഷനാണ്. ഇത് മറ്റേ ക്യാപ്സിക്കാണ് കേട്ടോ. ക്യാപ്സിക്കത്തിൻ്റെ ഒരു കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ, മഞ്ഞ, ചുവപ്പ്, പച്ച. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.